നമസ്കാരം, ഹെൽത്തി ബൈറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ചെമ്പരത്തിപ്പൂ രസമാണ്. അപ്പോൾ ചെമ്പരത്തിപ്പൂവിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും പിന്നെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബ്ലഡ് പ്രഷർ ലെവൽ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും. പിന്നെ നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു ചെമ്പരത്തിപ്പൂ കൂൾ ഡ്രിങ്കും അതുപോലെ തന്നെ ഒരു ചെമ്പരത്തിപ്പൂ ചായയുടെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഒരുപാട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചുവടെ ചേർക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ചെമ്പരത്തിപ്പൂ രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. ചെമ്പരത്തിപ്പൂ രസം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 10 ചെമ്പരത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ 10 ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് ഏകദേശം ഒരു 2 ഗ്ലാസ് രസമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ മാത്രമായിട്ട് എടുക്കാം. നമുക്കതിൻ്റെ തണ്ടൊന്നും വേണ്ട. അപ്പോൾ ഇതളുകൾ മാത്രമായിട്ട് എടുത്തിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് ചെമ്പരത്തിപ്പൂവെല്ലാം ഞാൻ ഇതളുകളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ചെമ്പരത്തിപ്പൂ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. തീരെ ചെറുതാവാനും പാടില്ല, എന്നാൽ ഒരുപാട് വലുതാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരിയേണ്ടത്. പിന്നെ ഇത് നന്നായിട്ട് ഇനി വാഷ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ ഉണ്ട വാളംപുളി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിനേക്കാളിലും കുറച്ചുകൂടി ചെറുതാണ്. അപ്പം നിങ്ങൾക്ക് പുളിയുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ഉടച്ചു വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ ചീനിച്ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉലുവ പൊടിയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ ആ പൊടിയെല്ലാം ഇടുന്ന സമയത്ത് ഇട്ടാൽ മതിയാവും. ഉലുവ ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി ഒന്ന് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതാ ഞാൻ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. നമുക്ക് ഈ വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. ഇത് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കൈപ്പിടിയോളം ഉള്ളി, അതുപോലെ തന്നെ ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എല്ലാം നീളത്തിൽ അരിഞ്ഞത്. ഇനി അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വാടുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രധാന ചേരുവയായ ചെമ്പരത്തിപ്പൂ ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ ഇതങ്ങ് വാടിപ്പോവും. അതുപോലെ ഇതിൻ്റെ ഇപ്പോൾ ഒരു കളറ് ഒരു പിങ്ക് കളറിലേക്ക് മാറും. കണ്ടോ എത്ര പെട്ടെന്ന് അത് വാടിയെന്ന്. അതുപോലെ ഇപ്പം നല്ലൊരു പിങ്ക് കളറും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നമുക്കിനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ രസപ്പൊടി ഒന്നും ചേർക്കാത്ത രസമാണ് തയ്യാറാക്കുന്നത്. ഇപ്പം നിങ്ങൾ രസപ്പൊടി ചേർക്കുന്നെങ്കിൽ അത് ചേർത്താൽ മതിയാവും. പിന്നെ ഇപ്പോൾ ഉലുവ പൊടിയായിട്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉലുവയായിട്ട് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ കടുക് വറുക്കുന്ന സമയത്ത് അത് ചേർത്തത്. ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരുന്ന വാളംപുളിയുടെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഉപ്പ് ആവശ്യത്തിനൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് നമ്മൾ ചേർക്കുന്നത് കായപ്പൊടിയാണ്. അത് ആവശ്യത്തിന് ചേർക്കാം. കായം നമ്മൾ അവസാനം ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മണം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നന്നായിട്ട് തിളച്ചൊന്ന് വരണം. ഞാനിവിടെ ചെറിയൊരു കഷ്ണം ശർക്കര കൂടി എടുത്തിട്ടുണ്ട്, നമ്മുടെ ഈ പുളിയും എരിവും ഒക്കെ ഒന്ന് സമൂലമാവാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ചേർക്കേണ്ട, മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതായാലും ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർക്കാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും. ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂ രസം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ രസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ തക്കാളി ചേർക്കുന്നില്ല, മല്ലിയില ചേർക്കുന്നില്ല, പകരം നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് ചേർക്കുന്നത്. പിന്നെ ഇത് മറ്റേ രസം പോലെ അങ്ങ് തീരെ വെള്ളമായിട്ടിരിക്കില്ല, ഒരു ചെറിയ കൊഴുപ്പുണ്ടാവും. അതിപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂ ചേർത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് പിന്നീട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി രസം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, ഉപ്പും കായവും പുളിയൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നുള്ളത്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. പിന്നെ മധുരം എനിക്കിപ്പോൾ ഒരുപാട് എരിവ് വേണ്ട, അപ്പോൾ വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇതുപോലെ നോക്കിയിട്ട് കായോ ഉപ്പോ ശർക്കരയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അപ്പം നമ്മുടെ ചെമ്പരത്തിപ്പൂ രസം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കട്ടെ. അപ്പോൾ നമ്മുടെ രസം ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചെമ്പരത്തിപ്പൂ രസം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് ഓരോ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.